ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ബോട്ട് ഹൗസിലേക്ക് പോവാണ്. 1 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിക്കാണ്. പുലിയുണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ഒന്നും അങ്കിള് പുറത്തേക്ക് ഇടാനും കുഴപ്പമില്ല. പുറത്താണ് നിക്കണേ. നോക്കാൻ പോയിട്ട് എങ്ങനെയുണ്ടെന്ന്. സാധാരണ ഇങ്ങനെയൊക്കെ കാശെടുത്ത് പോയതൊക്കെ പെട്ടെന്ന് ശരിയാ. ഇത് 20 രൂപ കാരണം കുഴപ്പമില്ല. മറ്റൊന്ന് 100 രൂപ കാറിന്റെ. നമ്മളൊരു 5 മിനിറ്റ് പാർക്ക് ചെയ്തു. ഇവിടെ പാർക്ക് ചെയ്തോട്ടോ. താഴേക്ക് പോകാനനുസരിച്ച് നോക്കിട്ട് പാർക്ക് ചെയ്താലും ഇവിടെ ഇറങ്ങി നടക്കണം. വാ ഇച്ചു നേരം നോക്കട്ടാ. ഫോണിനെ ഞാൻ നോക്കിക്കൊണ്ട് പുറത്തേക്കൂടെ കാണിച്ചു. എന്നെ പുലി കടിക്കോ? അത് എനിക്കറിയട്ടാ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ വാട്ടർ ബോട്ട് പരിപാടിക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടോടിട്ടേ റേറ്റ് എടുക്കണത് അവിടെയാണുള്ള. ഇതാണ് വ്യൂ. ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഫുഡ് ഇവിടുന്നേക്കാണ് തമിഴ്നാട്. സെൽഫി അല്ലേ? സെൽഫി എടുക്കാലോ. തട്ടി പോവായിരിക്കും. ഇതാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. 2 പേര് 3 പേരാണ് 1050. 8 സീറ്ററിന് 1150 8 പേര് 2 പേര് 4 പേര് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വരുമോ? നമ്മളിപ്പോൾ 8 പേരുടെ ബോട്ടാണ് എടുത്തേക്കണേ. അപ്പോൾ അതിലേതൊരു ഓപ്പൺ വന്നിട്ടില്ലല്ലേ? ഓപ്പൺ അതാണ് തന്നെ. അതൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരും. ഓപ്പൺ ആയിരിക്കും ഭംഗി. അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അത്രേ ഉള്ളൂ. അത് നീ ഈ ലെഫ്റ്റ്. ഓക്കെ ഫൈൻ, സെറ്റ് ചെയ്യാം. അത്ര സ്പീഡിലാണോ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് വ്യൂ. ഇത് നമ്മൾ മറ്റേ കഴിഞ്ഞ സ്ഥലത്ത് പോയില്ലേ? സെയിം സാധനം തന്നെയാണ്. ഇതിട്ട് പേടിച്ച് വരച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റിന് കിട്ടി. അതാണ് നല്ല വ്യൂ. ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പേടിച്ച് പറിച്ച് നിൽക്കുന്നു. ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ടെൻഷൻ അടിക്കണ്ട. ഇത് 20 മിനിറ്റിന്റെ റൈഡാണ്. 20 മിനിറ്റ് ഉണ്ട്. ബോറടിക്കൂലേ? നമ്മളെത്ര എന്താ പിന്നെ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡേറ്റൊക്കെ അറിയും. ഇത് സ്പീഡ് അത്യാവശ്യം സ്പീഡുള്ളൂ. ഒരു 3 3 സീറ്ററിൻ്റെ. അത് 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. നൈസല്ലേ? സിമ്പിൾ. വെള്ളത്തിന് കളറൊക്കെ നല്ല രസം. നമ്മൾ തിരിക്കുകയാണ്. നമ്മൾ വന്നത് അറ്റത്താണ്. അവിടെ നിന്നാണ് വന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഐ തിങ്ക് സോ. പക്ഷെ മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലേ? മറ്റൊരു സ്പീഡ് ബോട്ടുകാർ അവിടെ വരെ പോയി. സ്പീഡിൽ പോണുണ്ടോ? കാറ്റല്ലത്, മഴയാണ്. പൊടിക്കാറ്റാണ്. ചെറിയൊരു പൊടിയുണ്ട്. മഴ പെയ്യാൻ പോണേ. 8 മണിയാ. ഇത് നല്ല തണുത്തല്ലേ? ഈ ഫ്രണ്ടിന് വെള്ളം തട്ടി മേത്ത് ഇങ്ങനെ തുള്ളിയായിട്ട് മഴ പെയ്യണ പോലെ കഴിയുമ്പോൾ ഒരു രസമുണ്ട്. നല്ല തണുത്ത കാറ്റ് അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ, ബാക്കി കിട്ടുന്നുണ്ടാവില്ല. അതായത് ഇത് ആക്കണ്ട വെള്ളം തെറിച്ചുണ്ടോ? ആ വെള്ളം നമ്മുടെ മേത്തേക്ക് ഇറങ്ങുന്നത്. ഒരു
പെയ്യണത് പൊടിക്കാറ്റ് മഴ. നല്ലൊരു തണുത്ത കാറ്റ്, തണുത്ത മഴയുള്ള പൊടിക്കാറ്റ്, നല്ല രസമുണ്ട്, തണുത്ത് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എത്താറായി, ഒരു 5 മിനിറ്റുള്ളിൽ എത്തും. അപ്പോൾ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മളുടെ യാത്ര അവസാനിക്കുന്നു. നമ്മളൊപ്പം വേറെ ഗ്രൂപ്പുകളും 3 പേര് ഒരുമിച്ച് പോകേണ്ടി വരും അല്ലേ? നൈസ്, ഗുഡ്. കയറാനുള്ള തിരക്ക് നോക്കല് നല്ല തിരക്കുന്നുണ്ടാ. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, എത്ര മാത്രം ഇടിച്ചു. ഇതെങ്ങനെയുണ്ട്? ഇവിടെ വരുന്നവർക്ക് കുറേ പരിപാടിയുണ്ട്. ഒരു ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാലോ. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ 2 റൈഡ് ഒരുമിക്കും കഴിയും. ഫുഡ് കഴിച്ച് ദിവസം കഴിയും.